അപ്പം ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു. ഞാൻ എണീക്കുന്ന സമയം 9 മണി. അപ്പൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഒരു കുവാവ കുളിച്ച് സുന്ദരിയായിട്ടുണ്ട്, ചായ കുടിച്ചു അല്ലേ? ഓക്കെ, അപ്പം നമുക്കൊരു ദിവസം കണ്ടാലോ? രാവിലെ പല്ലൊക്കെ തേച്ച് കുളിക്കട്ടെ അമ്മ പറയും. അമ്മ ഓക്കെ, നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാട്ടോ. പല്ലൊക്കെ തേച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും ഇതാ നല്ല ഇന്നലത്തെ ഇലക്കറി വറ്റിച്ച് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അമ്മയൊക്കെ സെറ്റാക്കിയിട്ട് അപ്പോൾ രുക്കുവാവയ്ക്ക് അമ്മ പോകുന്നതിന് മുന്നേ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാൻ വലുതായിട്ട് വാവിനെ നോക്കാറില്ല. ഇപ്പോൾ എക്സസൈസും ഡയറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് ചൂടും കറിയൊക്കെ ആയിട്ട് ഭയങ്കര മടിയാണ്. പിന്നെ ഇതാ നമ്മൾ ചെറുപയർ കറിയുണ്ട്, പുട്ടാണ്. അപ്പം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിൻ്റെയൊക്കെ കൂടെ ചിക്കൻ കറി, മീൻ കറി, അല്ലെങ്കിൽ പഴമാണെങ്കിലും എനിക്കിഷ്ടമാണ് കേട്ടോ. ചെറിയ പഴം ഉണ്ടാവില്ല, അതും ഇഷ്ടമാണ് കേട്ടോ. ചെറുപയർ കറി, കടലക്കറി ഒന്നും എനിക്ക് വലിയ താല്പര്യമുള്ള ആളല്ല. പിന്നെ നല്ലതായതുകൊണ്ട് കുറച്ചെടുത്തു. പിന്നെ ഇലക്കറി കൂട്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഫുഡ് കഴിച്ചത്. പിന്നെ രുക്കുവാവ് തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ടേബിളിൻ്റെ മേലെ അങ്ങനെ കയറി ഇരിക്കുക ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്ത് അമ്മ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് ചായ കുടിക്കുക, കഴിയുന്നതും അധികം രാവിലെ. അപ്പോൾ ചേച്ചീൻ്റെ മോളും ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ വെക്കേഷന് വന്നതാണ്, +1 ആണ്, ഇനി +2ലേക്കാണ്. അപ്പം രുക്കുവാവിൻ്റെ ദേഷ്യം കാണാൻ ഭയങ്കര രസമാണ്. അതുകൊണ്ട് മുത്തശ്ശി ഭയങ്കരമായിട്ട് കളിപ്പിക്കുന്നുണ്ട്. ഇത് അമ്മേൻ്റെ അമ്മയാണ്, ഇതിൻ്റെ അനിയത്തിയാണ് കേട്ടോ അപ്പുറത്തിരിക്കുന്ന പിങ്ക്. പിന്നെ ഇതാ ചേച്ചീൻ്റെ മോള് അമ്മ. അപ്പം ഇവരെല്ലാവരും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പിന്നെ അമ്മച്ചൻ അമ്പലത്തിൽ പോയി വരുമ്പം ഇത് കൊണ്ടായിരുന്നു, പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രുക്കുവാവ് എപ്പോഴൊന്നും പായസം കഴിക്കുന്ന ആളല്ല. പക്ഷേ ഇതെന്താണെന്നറിയില്ല, ചേച്ചീൻ്റെ മോളുണ്ട്, അപ്പോൾ അവൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പം വാശിക്ക് കഴിക്കാമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഡ്രസ്സ് വന്നിട്ട് ആളുടെ ഫസ്റ്റ് ക്രിസ്മസിൻ്റെ, എനിക്ക് തോന്നുന്നു 3rd മന്തിലായിട്ടുള്ള ഡ്രസ്സാണ്. ഇപ്പോഴും പാകമാണ്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം വാവയ്ക്ക് പഴവും ഈ റോബസ്റ്റും കോഴിമുട്ടയും കൂടി മിക്സ് ചെയ്ത് നെയ്യിലൊന്ന് ജസ്റ്റ് ദോശ പോലെ ആക്കി കൊടുത്തതാണ്. പഴം മാത്രമായിട്ടും കൊടുക്കാറുണ്ട്, അല്ലാതെ നമ്മൾ എഗ്ഗ് മാത്രമായിട്ടും കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഊണിന് ഗ്രാൻഡായിരുന്നു. ചെമ്മീൻ കറി ഉണ്ടായിരുന്നു, പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു, അതേപോലെ നമുക്ക് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു, വെളുത്തുള്ളി അച്ചാറുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചതിൻ്റെ റിയാക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ വേർത്ത് കുളിച്ച് ഒരു പരിവായപ്പോൾ വേഗം പോയി കുളിച്ചു. പിന്നെ കുളിച്ച് വന്നതിന് ശേഷമാണ് രുക്കുവാവ എണീറ്റത് കേട്ടോ. രുക്കുവാവ എണീറ്റപ്പോൾ രുക്കുവാവയ്ക്ക് കഞ്ഞി കൊടുത്തു. കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊരു യോഗർട്ട് സോഡ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ തണുപ്പ് ഇങ്ങനെ ഉള്ളിലെത്തുന്ന ഈ ചൂടുകാലത്ത് നല്ലതാണല്ലോ. അപ്പോൾ എല്ലാവരും TV കാണുന്നുണ്ട്. TV എന്തോ അടിച്ചു പോയതാണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ നീങ്ങുന്നുണ്ട്. പിന്നെ പൈനാപ്പിൾ കഴിച്ചു. പൈനാപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി ബാക്കി അധികം പീസും കഴിച്ചത് ഞാൻ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കലുണ്ട്. പിന്നെ ഇത് വിചാരിച്ചു ഫ്രഷ് ആയിക്കോട്ടെ എന്ന്. പിന്നെ ഇതാ രുക്കുവാവിൻ്റെ പ്ലേ ടൈമാണ്. ഈവനിങ്ങിൽ ഒന്ന് വാവിനെ പുറത്തൊക്കെ ഇറക്കി. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയും ആളുടെ ബേബിയാണ് കേട്ടോ. പിന്നെ അവരുടെ തന്നെ വാവൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വാവൻ്റെ കളി കണ്ടിരുന്നു. അപ്പോൾ അത് അമ്മച്ചൻ പുറത്തേക്ക് പോവാണ്. അമ്മച്ചൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും കൊണ്ടുവരും കേട്ടോ. അധികം അടയാണ് കൊണ്ടുവരിക, എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട്. അപ്പം അട വാങ്ങാൻ പോവുക. അപ്പം ഞങ്ങളെല്ലാവരും അമ്മച്ചപ്പോൾ പോയി വരുള്ളൂ എന്നുള്ള സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് മക്കളെ കളിയൊക്കെ കണ്ട് എൻജോയ് ചെയ്യാണ് ടൈം. പിന്നെ ഇളം വെയിലും കൊള്ളിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് എല്ലാവരും ഇരിക്കും, എല്ലാവർക്കും വെയിൽ കിട്ടട്ടെ. അത് കഴിഞ്ഞ് അമ്മച്ചൻ അട കൊണ്ടുവന്നു. ഞങ്ങൾ അട കഴിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള അടയാട്ടത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊരിച്ച പത്തിരീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും, എന്നാൽ നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല അടിപൊളി അടയാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. ചായ കുടിക്കലില്ല കേട്ടോ. എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങളൊരു ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യണം, ഫുഡ് കഴിക്കണം, കുറേ കണ്ടിട്ട്. അപ്പോൾ ചേച്ചിയാണ് കേട്ടോ ശരിക്കും. ചേച്ചി 4 മക്കളുടെ അമ്മയാണ്, പക്ഷേ സ്റ്റിൽ യങ്. അപ്പോൾ ചേച്ചീൻ്റെ പേര് സിനു ചേച്ചി കേട്ടോ. സിനു ചേച്ചി, ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ കാണാൻ വേണ്ടി കോഴിക്കോടേക്ക് വന്നതാണ്. പച്ചുവിനെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, എൻ്റെ ഫ്രണ്ടാണ്.
എൻ്റെ തുടക്കം മുതലേ എൻ്റെ കൂടെയുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. കുറേ എന്തൊക്കെയോ സംസാരിച്ചു. കുറേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് സൂപ്പൊക്കെ ഓർഡർ ചെയ്തു. കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താ പറയുന്നത് ഇപ്പം എനിക്ക് തന്നെ ഓർമ്മയില്ല. സൂപ്പ് കഴിച്ചു. പിന്നെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് ലോലിപോപ്പും അതേപോലെ നഗറ്റ്സും അങ്ങനെ കുറേ എന്തൊക്കെയോ വാങ്ങി. എല്ലാവരും ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രുക്കുവാവനെ എടുക്കാൻ നൈറ്റ് ആയതുകൊണ്ടാണ്. നൈറ്റ് വാവ ഭയങ്കര ഇറിറ്റേഷനായിരിക്കും, വാവയ്ക്ക് ഉറങ്ങുകയൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ വാവനെ എടുത്തില്ല. പിന്നെ അച്ചു ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് പഠിച്ചത്. ചേച്ചിയും ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പം ഞങ്ങൾ അവിടുത്തെ കഥകളും ഓരോരോ വിശേഷങ്ങളൊക്കെ കുറേ പറഞ്ഞു. നല്ല അടിപൊളി വൈബാട്ടോ. 4 കുട്ടികൾ അമ്മയാണ് അച്ഛനാണെന്നുള്ള ഒരു ഇതുമില്ല. നമ്മളൊരു വേവ് ലെങ്ത്താണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര നമ്മളെ കാണാൻ വേണ്ടി മാത്രമായിട്ട് കോഴിക്കോടേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അങ്ങനത്തെ റിലേഷൻസ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ രുക്കുവാവ് കരയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.